ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്ക് ഓണത്തിനൊരു വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഫേസൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. വലുതായിട്ടൊന്നും ഇല്ല, ഒന്ന് ക്ലീനപ്പ് ചെയ്യണം, ഡീറ്റാൻ ചെയ്യണം, പിന്നെ അതുപോലെ പറ്റുവാണെങ്കിൽ ഹെയർ സ്പാ കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ബഡ്ജറ്റിനായിട്ട് നിൽക്കുവാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. നമ്മുടെ ഭരണിക്കാവിലുള്ള ട്രെൻഡ്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലാബിലെ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് പോകുന്നത് ഇത് ചെയ്യാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സ്ഥലം ഞാൻ പറഞ്ഞില്ല, ട്രെൻഡ്സിൻ്റെ അപ്പുറത്തുള്ള ലാബിലെന്ന് പറഞ്ഞുള്ളൂ. ട്രെൻഡ്സ് ഒരുപാട് അടുത്തുണ്ടല്ലോ. നമ്മുടെ കൊല്ലം ശാസ്താംകോട്ട ഭരണിക്കാവ് ട്രെൻഡ്സിൻ്റെ അപ്പുറത്തുള്ള ലാബിലെ ബ്യൂട്ടി പാർലറാണ് ഞാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയണം തോന്നി, ഞാനിപ്പോൾ ഒരു വെയിറ്റ് ഗെയിൻ ചലഞ്ചിലാണ്. വേറൊന്നുമല്ല, ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. എനിക്ക് 154 സംതിങ് ആണ് എൻ്റെ ഹൈറ്റ്. പക്ഷേ അതനുസരിച്ചുള്ള വെയിറ്റ് എനിക്കില്ല. എനിക്ക് 35 കിലോ ആണ് എൻ്റെ വെയിറ്റ്. 36 എത്തിയിട്ടുണ്ട്. കഷ്ടപ്പെട്ട് ഞാൻ 1 കിലോ കൂട്ടി. പക്ഷെ അതും പോരാ, നല്ല അണ്ടർ വെയിറ്റ് ആണ് ഞാനപ്പം. വെയിറ്റ് കൂട്ടുന്ന ഒരു ചലഞ്ചിലാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബോഡി ഷേമിംഗ് ആണ്. നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും അതുപോലെ ആരായാലും നമ്മളെ വെറുതെ ബോഡി ഷേം ചെയ്യാം. അവർക്കതൊരു ഫണ്ണായിരിക്കും, പക്ഷെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്കതൊരു ഇൻസൾട്ടാണ്. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം തോന്നിയോണ്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് കൂട്ടാനായിട്ട് തീരുമാനിച്ചത്. വേറെ ഒന്നുമല്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ വെയിറ്റ് കൂടിയാൽ അതുകൂടെ എടുത്ത് പറയണമല്ലോ. വെയിറ്റ് കൂടിയാൽ ആ ഒരു വീഡിയോ ചെയ്യും. വെയിറ്റ് കൂടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൂടി ഈ ഒരു വീഡിയോയിൽ പറയണം തോന്നി. ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ ലാബിൻ്റെ, കണ്ടോ? ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. ഇതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ ആൻറ്റി. നമ്മളിവിടെ വന്നു. അപ്പോൾ ഞാൻ ഇനി ഇത് ചെയ്യാൻ പോവാണ്. ആൻറ്റി അതൊക്കെ സെറ്റ് ചെയ്യുവാണ്. പൊട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കോലം. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ക്ലീനപ്പും ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എൻ്റെ മുഖമൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി. പിന്നെ നമ്മുടെ സ്ക്രബിങ് ഒക്കെ ആരംഭിച്ചു. എൻ്റെ മുഖത്ത് ധാരാളം വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആൻറ്റിക്ക് നല്ല പണിയായിരുന്നു. പിന്നെ എനിക്ക് നല്ല വേദന എടുത്ത് അയ്യോ അമ്മയെന്നൊക്കെ വിളിച്ച് ഞാൻ കിടന്ന് കരയാതെ കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച് തയ്ച്ചിരുന്നതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്തു. പിന്നെ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയോ കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചപ്പോൾ ഈ ലുക്ക് ഞാൻ കണ്ടില്ല. ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കോമഡി ആയിട്ട് തോന്നി. ക്ലീനപ്പും ഡീറ്റെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പാ ചെയ്യാൻ വേണ്ടി പോകണം. ഹായ്, എങ്ങനെ എൻ്റെ ചെറപറ കിടന്ന മുടി ബളബള മിന്നുന്ന പോലായി. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാൻ. പിന്നെ ഈ കുന്ത്രാണ്ടമൊക്കെ വെച്ച് എന്തൊക്കെയോ പിടിക്കുക, എന്നോട് എന്തൊക്കെയോ ഹിന്ദിയിലൊക്കെ ചോദിച്ചു. പിന്നെ ഹിന്ദി വലിയ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് പറഞ്ഞു. എനിക്ക് ത്രെഡിങ് കൂടെ ചെയ്യാനുണ്ട്. അപ്പം അവിടെ ഭയങ്കര റഷ് ആയതുകൊണ്ട് നമ്മൾ ത്രെഡ് ചെയ്യാതെ ഫുഡ് കഴിച്ചിട്ട് വന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പേര് സംസാരിക്കുന്നത്. എന്നോട് മീനാക്ഷി ഉണ്ട്. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം വരും. ഭയങ്കര ആളാണ്. നമ്മൾ രണ്ടുപേരുള്ള ടീമിൽ വന്നിരിക്കുന്നു. മീനാക്ഷി കഴിയാണ് കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ്ട് ദോ ബിരിയാണി. വലിയ പാത്രത്തിലേക്കാണ് ഇത് കഴിച്ച് തീർത്താൽ മതിയായിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ്ട് ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. സൂപ്പർ ബിരിയാണിയാണ് ഗൈസ്. സൂപ്പർ ബിരിയാണി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കഴിക്കാൻ പോവാണ്. അതൊക്കെ കഴിച്ചിട്ട് പോവാണ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതിനാണ് എൻ്റെ ഒരു ഫുൾ ബിരിയാണി ഒറ്റയ്ക്ക് കഴിക്കുന്നത്. അങ്ങനെ ഒരു ഫുൾ ബിരിയാണി ഒറ്റയ്ക്ക് കഴിച്ചു ഗൈസ്. ഇനി വീണ്ടും ബ്യൂട്ടി പാർലറിലേക്ക് പോകണം. തിരിച്ച് നമ്മൾ ബ്യൂട്ടി പാർലർ എത്തിയിട്ടുണ്ട്. പോയി നോക്കാം തിരക്കൊക്കെ ഒഴിഞ്ഞോന്ന്. എനിക്ക് ത്രെഡ് കൂടി ചെയ്തിട്ട് വീട്ടിൽ പോകാം. അങ്ങനെ പോയ കോലത്തിൽ നിന്ന് ഈ കോലത്തിലാണ് ഗൈസ് ഞാൻ തിരിച്ചു വന്നത്. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരുന്ന വഴികത എൻ്റെ ചേട്ടനെയും ചേച്ചിയും വഴി വെച്ച് കണ്ടു. അവർ ദൂരെ നിന്ന് കണ്ടപ്പോൾ പറയുന്നത് ഒരു സെലിബ്രിറ്റി നടന്നു വരുന്നത്. അതെൻ്റെ ചേച്ചിയാണ് ഗൈസ്, അതെൻ്റെ കുക്കി ചേച്ചി. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഹാഷുണ്ട് അവർ. സൂര്യപ്രകാശമാണ് അടിക്കുന്നത്. അപ്പം ത്രെഡ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് കണ്ടോ, ഒരു നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഇങ്ങനൊരു ഒറ്റ വരയായിട്ട് സൂര്യപ്രകാശം അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാം ചെയ്തു, ത്രെഡ് ചെയ്തു, ക്ലീനപ്പ് ചെയ്തു, ഡീറ്റാൻ ചെയ്തു, ഹെയർ സ്പാ ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. റോഡ് നിൽക്കണം, അതാണ് വണ്ടിയുടെ സൗണ്ട്. അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ കിരികളെ കണ്ടോ, ഇവിടെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ബ്യൂട്ടി പാർലറോട്ട് പോയത്. എൻ്റെ ചേച്ചിയുടെ വീടാണ്. ഇവിക്ക് ഇങ്ങോട്ട് നോക്കടി, കാണിക്കടി. എൻ്റെ ഒരു അനീതി കുട്ടിയാണ്, കാണിക്കടി.
അവള് മുഖം കാണിക്കുന്നില്ല ഗൈസ്. ജാനിക്കുട്ടി അംഗൻവാടിയിൽ നിന്ന് പോയിട്ട് വന്ന് നിൽക്കുന്നത്. ജാനിക്കുട്ടി എവിടെ പോയിട്ട് വന്നെയാ? നാളെ ഓണസദ്യയാണോ? അംഗൻവാടി നാളെ ഓണസദ്യയാണോ? മോളോട് എന്ത് കൊണ്ടുവരാൻ പറഞ്ഞേ? ചിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ നാളെ ജാനിയുടെ അംഗൻവാടിയിൽ ഓണസദ്യയാണ്. നാളെ ജാനിക്കുട്ടിയുടെ അംഗൻവാടിയിൽ ഓണസദ്യയാണ് ഗൈസ്. ജാനിക്കുട്ടിയുടെ ചിപ്സ് കൊണ്ടുചെല്ലാൻ പറഞ്ഞല്ലേ? ചിപ്സ് കൊണ്ടുചെല്ലാൻ പറഞ്ഞില്ലയോ? കൊണ്ടുപോവോ? കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പോയി അംഗൻവാടി പോയി ജാനിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതാണ്. മിടുക്കിയായിട്ടിരുന്നു അംഗൻവാടിയിൽ. എന്താ പഠിച്ചത്? സ്നേഹിച്ചിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ബൈ. ഞങ്ങൾ ട്യൂഷൻ എടുക്കാൻ പോവാണ്, ഞാനും ദിനേശി. ഇപ്പൊ ഞാൻ ബോയ്സ് ഹോമിൽ വന്നിട്ടുണ്ട്. കാരണം എന്റെ പിള്ളേരാണ് ബാക്കി ഇരിക്കുന്നത്. ഹായ് പറ. ഹായ്. ഇതെന്റെ വിയാൻ മോൻ, ഇതെന്റെ ഗിഫ്സൺ മോൻ, അതെന്റെ ആദർശ് മോൻ. നമുക്ക് ഒരാളെ കാണിച്ചു തരാം. ഇവിടെ ഒരാളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അമ്മ. ബോയ്സ് ഹോമിലെ സ്വന്തം അമ്മയാണ് ഗൈസ്. പപ്പടം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പല്ലാകുന്നിരിക്കുന്ന പ്രശ്നമല്ല, സുന്ദരിയല്ലേ ഗൈസ്. കാണിച്ചു തരാം. പിള്ളേരുണ്ട്. ഓക്കെ, ബാക്കിൽ വരുന്നത് ആദിത്യൻ മോൻ കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുകയാണ് ഗ്രൗണ്ടിൽ. ഞാൻ പഠിപ്പിക്കാനിരിക്കുന്നത് എൻ്റെ പിള്ളേരൊക്കെ ഇവിടെയാണ് പഠിക്കാനിരിക്കുന്നത്. എൻ്റെ കുഞ്ഞാമ്പിളി ഉണ്ട്. എൻ്റെ കുഞ്ഞാമ്പിളി ഇവിടെ വാ. അമ്പിളിയാണ് എൻ്റെ ഏറ്റവും ഇവിടുത്തെ കുഞ്ഞിരിയാണിത്. എൻ്റെ പേര് അമ്പാടിക്കണ്ണൻ. എന്നെ കണ്ടോ? എൻ്റെ സുന്ദരിമോനാ. ഇതെന്റെ ജെർമിയാണ് ബാക്കിൽ കൂടെ നടന്നു പോകുന്നത്. ജെർമി, ഇതെന്റെ ഗിഫ്സൺ മോനാണ്. എന്റെ കുഞ്ഞുമോനാണ്. ഇതെന്റെ ആദർശ് മോനാണ്. ഇതാ ബാക്കി വരുന്നു എന്റെ വിയാൻ മോൻ. പോയി സമയത്ത് തിരിച്ചു പോകാൻ അത്രേ ഉള്ളൂ. എന്തെങ്കിലും കൊള്ളാമോ നോക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോൾ കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.